സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ഡിഗ്രി കേസിൽ വഴിത്തിരിവ്. കേസിലെ രണ്ടാം പ്രതി മാപ്പുസാക്ഷിയായി. മാപ്പുസാക്ഷിയാക്കണമെന്ന സച്ചിൻ ദാസിന്റെ അപേക്ഷ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. സ്വപ്നയ്ക്ക് വ്യാജരേഖയുണ്ടാക്കി നൽകിയത് സച്ചിൻ ദാസ് ആയിരുന്നു. മാപ്പുസാക്ഷിയാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. 19-ന് സച്ചിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തും. കഴിഞ്ഞ ജൂണിലാണ് സച്ചിൻ ഹർജി നൽകിയത്. കേസിനെ കുറിച്ച് തനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നും താൻ നിരപരാധിയാണ്, മാപ്പുസാക്ഷിയാക്കണം എന്നായിരുന്നു സച്ചിൻ ദാസിന്റെ ഹർജിയിലെ ഉള്ളടക്കം. കേസുമായി ബന്ധപ്പെട്ട് ഇനി സ്വപ്ന സുരേഷ് മാത്രമാണ് പ്രതിയായി ഉണ്ടാവുക. സ്പേസ് പാർക്കിലെ നിയമനത്തിനായി സ്വപ്ന വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നു. മഹാരാഷ്ട്രയിലെ ബാബ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് വ്യാജരേഖയുണ്ടാക്കിയത്. സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസാണ് സ്വപ്ന സുരേഷിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിലെ രണ്ടാം പ്രതിയായ സച്ചിൻ ദാസ് പഞ്ചാബ് സ്വദേശിയായിരുന്നു. സച്ചിനെ മാപ്പുസാക്ഷിയാക്കിയതോടെ കേസിൽ ഇനി സ്വപ്ന സുരേഷ് മാത്രമാണ് പ്രതിയായിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ കൺസൾട്ടന്റായി നിയമിച്ചത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനിയാണ്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അധീനതയിലുള്ള സ്പേസ് പാർക്കിലേക്ക് നിയമനം നടത്തുന്ന ഏജൻസിയായിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്. സ്വപ്ന സുരേഷിന് ജോലി ചെയ്ത കാലയളവിൽ നൽകിയ ശമ്പളം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് KSITIL പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ പണം നൽകാനാകില്ലെന്ന നിലപാടിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടിയെന്ന വിവരം പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.